ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ആവേശത്തിൽ ആറാടി പാലക്കാട്, കലാശക്കൊട്ടിനൊരുങ്ങി മുന്നണികൾ. പാലക്കാട് ഒരു മാസത്തിലേറെ നീണ്ട ആവേശത്തിനൊടുവിൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനുള്ള കലാശക്കൊട്ടിനൊരുങ്ങി മുന്നണികൾ. UDFന്റെയും LDFന്റെയും ബിജെപിയുടെയും പ്രവർത്തകർ കലാശക്കൊട്ടിനായി നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 5:30ഓടെ മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നു. ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക, ഖമനയുടെ പിൻഗാമിക്കായി ചുരുക്കപ്പട്ടിക തയ്യാർ. ടെഹ്റാൻ, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയരുന്നതിനിടെ ഖമനയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് ചുരുക്കപ്പട്ടിക തയ്യാറായി. 3 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയതെന്ന് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല വഹിക്കുന്ന വിദഗ്ധ സമിതി, അസംബ്ലി ഓഫ് എക്സ്പേർട്സ്, അറിയിച്ചു. അതേസമയം ഈ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ വിദഗ്ധ സമിതി അംഗം അബോൾഹസൻ മഹ്ദവി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിദഗ്ധ സമിതിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ആവശ്യം വന്നാൽ വളരെ വേഗം തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ഖമനൈ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നതായി ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന തോന്നലാണ് ഖമനയുടെ വാക്കുകളിലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വിദഗ്ധ സമിതിയുടെ പ്രഖ്യാപനമെത്തിയതോടെ ഖമനയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി. ഖമനയി അബോധാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകളെ ചുറ്റിപ്പറ്റിയാണ് ആശങ്കകൾ. റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ലബനനിലെ ഇറാൻ സ്ഥാനപതി മുജ്തബ അമാനിയുമായി ഖമനയി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രം ഖമനയുടെ എക്സ് അക്കൗണ്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാധ്യത ഇവർക്ക് ഖമനയുടെ മകൻ മുജ്തബ ഖമനയുടെ പേരാണ് പിൻഗാമി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നതിൽ ഒന്ന്. 27 വർഷമായി ഇറാന്റെ സുപ്രധാന നയരൂപീകരണങ്ങളിൽ മുജ്തബയ്ക്ക് പങ്കുണ്ട്. ആയത്തുല്ല അലി ഖമനയുടെ 6 മക്കളിലെ രണ്ടാമനാണ് 55-കാരനായ മുജ്തബ ഖമനയി. ഖമനയുടെ വിശ്വസ്തനായ അലിറീസ അറാഫിയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ. ഗാർഡിയൻ കൗൺസിൽ അംഗവും വിദഗ്ധ സമിതിയുടെ 2ാം ഡെപ്യൂട്ടി ചെയർമാനാണ് ഇദ്ദേഹം. വിദഗ്ധ സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനി ബുഷഹ്രിയാണ് പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതുന്ന മറ്റൊരു മുഖം. ഇറാന്റെ പ്രഥമ പരമോന്നത നേതാവും ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനുമായ റൂഹുള്ള ഖുമൈനിയുടെ പൗത്രരായ അലി ഖുമൈനി, ഹസൻ ഖുമൈനി എന്നിവരുടെ പേരും ഖമനയുടെ പിൻഗാമി സ്ഥാനത്തേക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ഇവർ വിദഗ്ധ സമിതിയിൽ അംഗമല്ലാത്തതിനാൽ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. കുറുവകൾക്ക് ഫിയറ്റ്നസ് മുഖ്യം, പാലത്തിനടിയിൽ വ്യായാമം. തമിഴ്നാട്ടിൽ വമ്പൻ വീട്, ഇവിടെ താമസം ഒഴിവെക്കിൽ. ആലപ്പുഴ കുറുവ സംഘത്തിലുള്ളവർ കുണ്ടന്നൂർ പാലത്തിനടിയിൽ വ്യായാമം ചെയ്യുന്നതിന്റെ വീഡിയോ പോലീസിന് ലഭിച്ചു. ഫിയറ്റ്നസിന്റെ കാര്യത്തിൽ ഇവർ കണിശക്കാരാണെന്ന് പോലീസ് പറയുന്നു. മോഷണത്തെ എതിർക്കുന്നവരെ വേണ്ടിവന്നാൽ ആക്രമിക്കാനും ഏതു സാഹചര്യത്തിലും പിടിക്കപ്പെടാതെ കടന്നുകളയാനും ഇവർ പരിശീലനം നേടുന്നുണ്ടെന്നാണ് വിവരം. ഉല്ലാസയാത്രയ്ക്കും മറ്റും ഇവരുടെ പക്കൽ പണമുണ്ട്. കേരളത്തിലെത്തി വഴിവെക്കിൽ താമസിക്കുന്ന ഇവർക്കു തമിഴ്നാട്ടിൽ വലിയ വീടുകളും സൗകര്യങ്ങളുമുണ്ടെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 31-ന് പുതുവർഷം ആഘോഷിക്കാൻ സംഘം കുടുംബസമേതം ആലപ്പുഴ ബീച്ചിലും മറ്റും എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. സൗത്ത് പോലീസ് സ്റ്റേഷനു സമീപം കനാൽക്കരയിൽ സ്ഥാപിച്ച ഐ ലവ് ആലപ്പുഴ എന്ന ബോർഡിനടുത്തു നിന്നു മുൻപ് സന്തോഷ് സെൽവം ചിത്രം പകർത്തി വാട്സാപ്പിൽ ഡിസ്പ്ലേ പിക്ചറാക്കിയിരുന്നു. പാലായിലെ മോഷണത്തിനു പിടിക്കപ്പെട്ടപ്പോൾ ഇത് സന്തോഷിന്റെ ഫോണിൽ കണ്ടെത്തി. ഡ്രസ് റിഹേഴ്സൽ. സന്തോഷ് സെൽവം തന്നെയാണോ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയതെന്ന് ഉറപ്പിക്കാൻ പോലീസ് അയാളെ വീണ്ടും മോഷണസമയത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു പരിശോധിച്ചു. ഒക്ടോബർ 29-ന് മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷനു സമീപം മോഷണശ്രമം നടന്ന വീട്ടിലാണ് ഇതിനായി പോലീസ് സന്തോഷിനെ എത്തിച്ചത്. മോഷണസമയത്ത് ധരിച്ച രീതിയിൽ വസ്ത്രം ധരിപ്പിച്ചു വീട്ടുകാരെ കാണിച്ചു ഉറപ്പുവരുത്തി. കുണ്ടന്നൂരിൽ നിന്ന് ആലപ്പുഴയിലെത്തിച്ചു ചോദ്യം ചെയ്ത ശേഷം പുലർച്ചെ 3-നാണ് മണ്ണഞ്ചേരിയിലെത്തിച്ചത്. നേതാജി ജംഗ്ഷനിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിൽ സന്തോഷ് സെൽവത്തിന്റെ ദേഹത്തെ പച്ചകുത്തൽ വ്യക്തമായി കണ്ടിരുന്നു. അവിടെ ഇന്നലെ പുലർച്ചെ എത്തിച്ചപ്പോൾ വെളിച്ചം വ്യത്യസ്തമായിരുന്നു. മോഷണത്തിനു ശേഷം മിക്ക വീട്ടുകാരും മുഴുവൻ സമയവും വിളക്കുകൾ തെളിക്കുന്നതിനാൽ ദൃശ്യത്തിലെപ്പോലെ ഒത്തുവന്നില്ല. തുടർന്ന് കുറച്ചു ലൈറ്റുകൾ പോലീസ് അണച്ചു പഴയ സാഹചര്യം പുനഃസൃഷ്ടിച്ചു. ഇൻഫ്രാറെഡ് ലൈറ്റും ഉപയോഗിച്ചു. സന്തോഷിനെ എത്തിച്ചപ്പോൾ അയാളുടെ നടത്തത്തിൽ വ്യത്യാസം. മോഷണത്തിനെത്തിയപ്പോൾ അല്പം കുനിഞ്ഞാണ് നടന്നിരുന്നത്. വീണ്ടും നടത്തിക്കുന്നത് എന്തിനാണെന്ന് സന്തോഷിന് അറിയാമെന്നതിനാൽ മനഃപൂർവ്വം പോസ് മാറ്റിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. വർഷങ്ങൾക്കു മുൻപ് പാലക്കാട്ട് നടത്തിയ മോഷണത്തിൽ സന്തോഷിന്റെ വിരലടയാളം ലഭിച്ചതു പാലായിലെ കേസിൽ പ്രയോജനപ്പെട്ടിരുന്നു. അത് മണ്ണഞ്ചേരി മോഷണക്കേസുകളിലും സഹായകമാകും. പാലായിലെ കേസിൽ കൂട്ടാളികളായ പശുപതി, അർജുൻ എന്നിവർ ഇപ്പോഴും ജയിലിലാണെന്നാണ് സന്തോഷ് പറഞ്ഞത്. മണികണ്ഠനെതിരെ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കേസുണ്ടോയെന്ന് പരിശോധിച്ച ശേഷം നിരപരാധിയെങ്കിൽ വിട്ടേക്കുമെന്ന് പോലീസ് പറഞ്ഞു. എതിർദിശയിൽ നിന്നും കാർ വന്നിടിച്ചു. KSRTC ബസിന്റെ ടയറുകൾ ആക്സിലടക്കം ഇളകിമാറി. അപകടം കൊല്ലത്ത്. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ KSRTC ബസിന്റെ ടയറുകൾ ഇളകിമാറി അപകടം. എതിർദിശയിൽ നിന്നെത്തിയ കാർ ബസിന്റെ പിൻഭാഗത്തെ ടയറിന് സമീപം ഇടിക്കുകയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആക്സിൽ അടക്കമാണ് ടയറുകൾ വേർപെട്ടു പോയത്. അപകടത്തിൽ ബസ് യാത്രക്കാർക്ക് പരിക്കില്ല. കാറോടിച്ചയാൾക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്.
താമരശ്ശേരി ചുരത്തിൽ അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് ഓവുചാലിലേക്ക് ചെരിഞ്ഞു. താമരശ്ശേരി ചുരത്തിൽ ഒന്നാം വളവിന് സമീപം ചിപ്പിലിത്തോട് ഭാഗത്താണ് അപകടം നടന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഓവുചാലിലേക്ക് തെന്നി വീണ് ചെരിയുകയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു. കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ചാത്തൻതറ സ്വദേശി ബിജിസ് കറിയയും ഭാര്യയും സുഹൃത്തുമാണ് കാറിലുണ്ടായിരുന്നത്. യാത്രക്കിടെ കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് മൂവരും ഉടൻ തന്നെ പുറത്തിറങ്ങുകയായിരുന്നു. ഇതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. PMGS-Y തിരുവമ്പാടി മണ്ഡലത്തിലെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. PMGS-Y പദ്ധതി പ്രകാരം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ നവീകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൊട്ടാരക്കോത്ത് നീടിക്കൽ എലോക്കര റോഡ്, കോടഞ്ചേരി പഞ്ചായത്തിലെ മുണ്ടൂർ കണ്ടപ്പഞ്ചാൽ റോഡ്, പൂളവള്ളി പൂളപ്പാറ അച്ചൻകടപാലം കാഞ്ഞിരപ്പാറ വലിയകൊല്ലി റോഡ്, കണ്ണോത്ത് തൊഴിലാളികുന്ന് റോഡ്, ഉദയനഗർ പാറമല ചൂരമുണ്ട കണ്ണോത്ത് റോഡ്, ചെമ്പുകടവ് ചാമുണ്ടി അടിവാരം റോഡ്, മഞ്ഞുമല പാത്തിപ്പാറ റോഡ്, തിരുവമ്പാടി പഞ്ചായത്തിലെ തമ്പലമണ്ണ അത്തിപ്പാറ റോഡ്, കളരിക്കൽ തേൻപാറ ഒലിച്ചുചാട്ടം റോഡ്, തിരുവമ്പാടി അമ്പലപ്പാറ തോട്ടത്തിൻകടവ് റോഡ്, പേണ്ടാനത്തുപടി കരിയാത്തുംപാറ റോഡ്, തറമിറ്റം കാരാടുപാറ റോഡ്, കാരശ്ശേരി പഞ്ചായത്തിലെ കാരശ്ശേരി കറുത്തപറമ്പ് റോഡ്, PK ആലിക്കുട്ടി മാസ്റ്റർ റോഡ്, മരഞ്ചാട്ടി കുന്തംചാരി കൂട്ടക്കര റോഡ്, കറുത്തപറമ്പ് മായങ്ങൽ സങ്കേതം റോഡ്, കൂടരഞ്ഞി പഞ്ചായത്തിലെ വീട്ടിപ്പാറ തൊമ്മൻകട വഴിക്കടവ് റോഡ്, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് കൊടിയത്തൂർ കഴുത്തുട്ടിപ്പുറായ എടവഴിക്കടവ് റോഡ്, തോട്ടുമുഖം മേടരഞ്ഞി റോഡ്, സൗത്ത് കൊടിയത്തൂർ കൊളങ്ങര മുറത്തുമൂല റോഡ് എന്നീ റോഡുകളാണ് നിർദ്ദേശമായി സമർപ്പിച്ചിട്ടുള്ളത്. ഭരണാനുമതി ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോടഞ്ചേരി ഓമശ്ശേരി റോഡിൽ ടാഡിംഗ് പ്രവൃത്തികൾ വീണ്ടും തുടങ്ങി. കഴിഞ്ഞ ജൂണിൽ ടാഡിംഗ് പ്രവൃത്തികൾ ആരംഭിച്ച് ശക്തമായ മഴയെ തുടർന്ന് പാതിവഴിയിൽ നിർത്തിയ കോടഞ്ചേരി ഓമശ്ശേരി റോഡിലെ ടാഡിംഗ് പ്രവൃത്തികൾ വീണ്ടും തുടങ്ങി. ശാന്തിനഗറിൽ നിന്ന് ആരംഭിച്ച് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിന്റെ മുൻഭാഗം വരെ ഇരുഭാഗത്തും നേരത്തെ ടാർ ചെയ്തിരുന്നു. എന്നാൽ ഗവൺമെന്റ് കോളേജ് മുതൽ റോഡിന്റെ ഒരു ഭാഗം 1 കിലോമീറ്റർ മാത്രമാണ് ടാർ ചെയ്തത്. ഈ ടാഡിംഗ് ഒക്കെ ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു തകർന്ന നിലയിലാണ്. കോടഞ്ചേരി മേലെ അങ്ങാടിയിലേക്ക് ഇവിടെ നിന്നും 700 മീറ്റർ ദൂരത്തിലും പൂളവള്ളി പാൽ സൊസൈറ്റിയുടെ സമീപത്ത് കയറ്റത്തിലും ആകെ തകർന്ന നിലയിലാണ്. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് 15 കോടി രൂപ അനുവദിച്ച ഓമശ്ശേരി കോടഞ്ചേരി പുലിക്കയം പുല്ലുരാമ്പാറ റോഡിന്റെ ടാഡിംഗ് പ്രവൃത്തികളാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗമാണ് പ്രവൃത്തി നടത്തുന്നത്. 12 കിലോമീറ്റർ റോഡ് കാപ്പാട്ടുമല സ്റ്റോപ്പിൽ ആരംഭിച്ച് കോടഞ്ചേരി, പുലിക്കയം, വലിയകൊല്ലി, തോട്ടുമുഴി വഴി പുല്ലുരാമ്പാറ ഇലന്തുകടവിൽ മലയോര ഹൈവേയിലാണ് അവസാനിക്കുന്നത്. 5.5 മീറ്റർ വീതിയിൽ BM&BC നിലവാരത്തിൽ ടാഡിംഗ്, കലുങ്കുകൾ, ഡ്രെയിനേജ്, റോഡ് സുരക്ഷാ മാർഗങ്ങൾ എന്നിവയാണ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലബാർ പ്ലസ് എന്ന കമ്പനിയാണ് പ്രവൃത്തി കരാറെടുത്തിരിക്കുന്നത്. വലിയ കൊല്ലി കട്ടയ്ക്കാമേപ്പുറത്ത് പരേതനായ മത്തായിയുടെ ഭാര്യ ഏലിക്കുട്ടി 85 അന്തരിച്ചു. സംസ്കാരം ഇന്ന് 2024 നവംബർ 18 തിങ്കൾ വൈകിട്ട് 4-ന് മുറമ്പാത്തി സെന്റ് ജോൺസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടന്നു. മക്കൾ തങ്കമ്മ, ബെന്നി, ഷീബ. മരുമക്കൾ ബേബി കണിയാറകത്ത്, കക്കാടമ്പുയിൽ, ഷിജി മഞ്ഞനാനിയിൽ, കട്ടിപ്പാറ, ബാബു റാത്തപ്പള്ളി, പുലിക്കയം. തോട്ടുമുഴി വരകിൽ മത്തായിയുടെ ഭാര്യ റോസമ്മ, ലിസ്സി 61 അന്തരിച്ചു. പരേത ചെമ്പുകടവ് ചാലിൽ കുടുംബാംഗമാണ്. സംസ്കാരം നാളെ 2024 നവംബർ 19 രാവിലെ 9-ന് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് പള്ളിയിൽ. മക്കൾ സിസ്റ്റർ അനീറ്റ മാത്യു MSMI കോൺവെന്റ് നിലമ്പൂർ, സിസ്റ്റർ ഷാലോം മാത്യു അമലഗിരി MSMI കോൺവെന്റ് നിലമ്പൂർ, അനീഷ് മാത്യു. മരുമകൾ അമലു വിൽസൺ, തറപ്പിൽ. പുല്ലുരാമ്പാറ വയലിൽപ്പാറയിൽ ജോസഫ് കുഞ്ഞേട്ടൻ 72 അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഭാര്യ ഗ്രേസി, പാലചുവട്ടിൽ കുടുംബാംഗം. മക്കൾ ടോണി, സോണിയ USA, മരുമക്കൾ ജോജോ കുരുവിള USA, ജെസിയ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.